ഇത് നമ്മുടെ തൃശ്ശൂരുള്ള സുവോളജിക്കൽ പാർക്കാണ് സൂ. ഇതിൽ മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മുടെ ടൗണിൽ വന്ന മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയായിരുന്നു സൂ. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ എനിമൽസോ കാര്യങ്ങളോ ഒന്നും അധികമില്ല. പുത്തൂരിൽ സൂ വരുന്നത് കാരണം ഇവിടുത്തെ കുറേ എനിമൽസിനെയും മൃഗങ്ങളെ ബേർഡ്സിനെയൊക്കെ ഇവർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം തന്നെ അധികം കാണാൻ സാധിക്കില്ല. ഫസ്റ്റ് സെക്ഷൻ തുടങ്ങുന്നത് നമ്മുടെ പാരറ്റുകളുടെ സെക്ഷനിൽ നിന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സൈഡിൽ ചെടികൾ കാര്യങ്ങൾ അവരുടെ നെയിംസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഓരോ എന്താ പറയുക ട്രീക്കുള്ള ഇതില്ലേ സ്റ്റാറുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മൾ ഇതുവരെ കാണാത്തതായിട്ടുള്ള ട്രീസുകളൊക്കെ കാണാൻ പറ്റും. ഇതെവിടെ പരുന്ത് കാര്യങ്ങൾ ബേർഡ്സിൻ്റെ സെക്ഷനാണ്. പിന്നെ അത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ എന്താ പറയുക കേജസൊക്കെ ഇതാണ് കാലിയാണ്. പിന്നെ എൻ്റെ കുറച്ച് ആർമാദങ്ങളാണിത് ഇവിടെ കാണുന്നത്. അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ബോറടിച്ചു. അപ്പോൾ എന്താ ഡാൻസ് കളിക്കാൻ കയറി ഡാൻസ് കളിച്ചു. ഇപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ അതൊന്നും കാണാനില്ല. ഇത് കുറുക്കൻ്റെ വർഗ്ഗത്തിൽ വിടുന്നത് ഫുൾ ബിസിയാണ് ഇവർ. ഞാനിപ്പോൾ ചടപടാന്ന് സ്പീഡിൽ പോണ പോലെ അവർ സ്പീഡിലാണ് ഗൈസ്. പിന്നെ ചെറിയൊരു മഴച്ചാറിലൊക്കെ ഉണ്ടായിരുന്നു, കാരണം കുറച്ച് കൂളിങ് കൂടുതലായിരുന്നു. ഓൾമോസ്റ്റ് ഇവിടെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല തണുപ്പ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ മഴ കൂടി വന്നപ്പോൾ സൂപ്പർ പാല ഡെവൽസ് ട്രീ അതുവരെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ട് മ്യൂസിയം ഉണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറിയില്ല, കാരണം ക്യാമറാസ് അതിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല. അപ്പം ഞങ്ങളിങ്ങനെ പതിയെ നീങ്ങി ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കാണാമെന്ന് വിചാരിച്ചു. ഇവരൊക്കെ എന്തൊക്കെയോ സംസാരിച്ച് എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നടക്കണം, കാരണം ഭാഷ അറിയില്ലല്ലോ. ഡോണ്ട് വറി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ സാധിക്കുന്ന സാധനമാണ് മാനിൻ്റെ തന്നെ 2-3 സെക്ഷൻസ് ഉണ്ട്. പലതരമാണ് മാറ്റുണ്ട്, പക്ഷേ ഇത്തിരി കൂടുതലുണ്ട് മാൻ്റെ സെക്ഷൻ. അവരിങ്ങനെ ഈ പ്ലാവിലോ അങ്ങനെ എന്താണ് എനിക്കപ്പോൾ ഫീൽ ചെയ്തത്. അതൊക്കെ കഴിച്ചു ഇങ്ങനെ സെറ്റാണ്. ഇതിപ്പോൾ ഈ സ്റ്റെയർ കേസ് കയറുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ടൊരു കുട്ടികൾക്ക് പാർക്ക് പുതിയത് വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലും വേറൊരു ടൈപ്പ് മാനിനെ എന്നെ വേറെ എന്തോ പേര് പറയും. ഞാൻ ഫുള്ളിങ്ങനെ ഫസ്റ്റ് അടിച്ച കാരണം എനിക്കും പേര് നോക്കി പറയാനായിട്ട് അറിയുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകാറൊന്നുമില്ല, കുറേ നാളുകൾ കൂടുമ്പോഴാണ് പോകാറ്. ഇതൊരു നാഗലിംഗ മരമാണ്. ഇതിന് ഫ്ലവർ ഉണ്ടാവണേക്കാളും മുന്നേ കാണുന്ന ആ കായ നമ്മുടെ കുഞ്ഞു മൺചട്ടികളിലെ അതിങ്ങനെ തൂക്കിയിട്ട പോലെ നൈസല്ലേ ഇതേ മൺകുട്ടികൾ. ഞാനിങ്ങനെ ഒരടുക്കും ചിട്ടയിലാണ്ടാണ് വീഡിയോസ് എടുത്താക്കുന്നത്. ഇത് അപ്ലോഡ് ചെയ്യണമെന്നുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ. പക്ഷെ ഇത് ഡിലീറ്റ് ആക്കാൻ നോക്കിയപ്പോൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാം. ഇത് ഹിപ്പോപ്പൊട്ടാമസ് ആണ്. ഇവിടെ ഒരു 3 ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്. ആണിനും പെണ്ണിനും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇട്ടാക്കുന്നത്. ഇവരിതൊരു വീക്കിലിയോ 2 ഡേയ്സ് കൂടുമ്പോൾ അങ്ങോട്ട് ക്ലീനിങ് ഉണ്ടെന്നാണ് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ. അവിടുത്തെ ഒരു വർക്ക് ചെയ്യുന്നൊരു ചേട്ടനെ സംസാരിച്ചപ്പോൾ പറഞ്ഞതായിട്ട് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ഇതേ ഞാൻ പറഞ്ഞ പാർക്ക് ഇത് പുതിയതായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള പാർക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളിത് കയറിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പോയി. അപ്പോൾ വീണ്ടും നമുക്ക് മാനിൻ്റെ ഒരു സെക്ഷൻ വന്നു. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ആദ്യമൊന്നും കയറി നിൽക്കാനായിട്ടൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 ഭാഗത്തായിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ഏരിയ ചെയ്തിട്ടിട്ടുണ്ട് അവർ. അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ ഈ ഇപ്പോൾ ഇനിയിപ്പോൾ മാറ്റാൻ പോണത് കാരണം ഇതിനി വേറെ എന്തെങ്കിലും രൂപകൽപ്പന ചെയ്ത് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് വേണ്ട സ്പേസ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ പിന്നെ മാറ്റുന്നേക്കാളും മുന്നേ ലാസ്റ്റ് ഓർമ്മകൾ അയവർക്കാം എന്ന് വെച്ചിട്ട് കയറി. നല്ല പുള്ളിയുള്ള പുള്ളിമാൻ ഞങ്ങളെ മൈൻഡ് ചെയ്യണേയില്ല. എന്താ പത്രസ് എന്താ ചെയ്യാം. അവിടെ കുറേ എണ്ണം ഫുഡ് കഴിച്ച് ക്ഷീണിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. കൊമ്പിൻ്റെ ഉള്ളിലൊക്കെ മറ്റേ ഇല വെച്ചിട്ട് കിടക്കാം, അപ്പോൾ പിന്നെ റെസ്റ്റ് ചെയ്യാമല്ലോ. ഇതാണ് വെറൈറ്റി പേരുകളുണ്ട്. നമ്മുടെ വെറൈറ്റി ഐറ്റം. ഈ ഐറ്റത്തിന് എപ്പോഴും കാണാറില്ല, വല്ലപ്പോഴും ഇങ്ങനെ പോണ സമയത്ത് കാണാറില്ല. ചില സമയത്ത് കൂട് കാലിയായിരിക്കും. ഇതിൽ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു ഈ അടുത്തൊരു അപകടം ഉണ്ടായിരുന്ന നമ്മുടെ എവിടെയാണ് വയനാടോ മൂന്നാറോ ഉണ്ടായിരുന്നേലത്തെ ഒരെണ്ണത്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഭയങ്കര സൗണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടി തോന്നി. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തൊട്ടടുത്തല്ലേ, അപ്പോൾ വല്ലാത്തൊരു പേടിയായിരുന്നു. പിന്നെ ആള് കണ്ടില്ലേ ഓരോ മാതിരി ഇങ്ങനെ നടക്കണേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ശരിക്കും പേടി തോന്നി. ഇതെന്തോ ഫുഡ് കഴിച്ച് കിടക്കണ കാരണം സൈലൻ്റായിട്ട് കണ്ണ് മാത്രമേ കാണാനുള്ളൂ. കാണാനില്ല. നമ്മളതിനൊക്കെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഇതങ്ങനെ പൊട്ടിച്ച് വന്നു കഴിഞ്ഞാൽ അതൊരു രക്ഷയില്ല. സത്യം അവിടെ തന്നെ ബോധം കിട്ടും. അപ്പം തന്നെ ചാവും. ഇവർ കടിച്ചിട്ട് ചാവണ്ട, അതിന് മുന്നേ ചാവും.
ഇതേ അതുപോലെ തന്നെ നമ്മുടെ വേറെ അപ്പുറത്തുണ്ട് ശരിക്കില്ല. ഹായ് നമ്മുടെ പീക്കോക്ക്. പീക്കോക്ക് മഴ ചാറുന്നുണ്ട്, മഴ വരാൻ പോകുന്നുണ്ട്. പീലി നിർത്താൻ വയ്ക്കില്ലേ പക്ഷെ, അപ്പോൾ നമ്മൾ കാണുമല്ലോ. ഇനി ഞങ്ങളുടെ ഒരു സെൽഫി ഭാരത. ഹായ്, നമ്മളെപ്പോഴും സൂവിൽ കാണുമ്പോൾ ഇഷ്ടം പോലെ കാണുന്ന ഒരു ഐറ്റമായിരുന്നു കുരങ്ങന്മാർ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്രാവശ്യം അധികം കുരങ്ങന്മാരെ കണ്ടില്ലേ, നിറച്ചിങ്ങനെ പൊത്തി പിടിച്ചിരിക്കലാണ്. ഹായ് ബെന്നി ആൻഡ് ട്രീ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, അവിടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല രസമായിരിക്കും ആ ഒരു പോർഷൻ. പിന്നെ നമ്മുടെ ലാസ്റ്റ് നമ്മൾ ഇറങ്ങാറാവുമ്പോൾ കയറുന്ന ഒരു ഭാഗമാണ് പാമ്പുകളുടെ വെറൈറ്റി കളക്ഷൻസുകൾ. ഇതിൽ ചില ഐറ്റംസിനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മേത്ത് ഇങ്ങനെ ഇരിക്കണ പോലത്തെ ഒരു ഫീലില്ല. എനിക്കങ്ങനെ തോന്നും ഇങ്ങനെയുള്ളതിനൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. പല വെറൈറ്റി ഐറ്റംസുകൾ അതിനെ കണ്ടു. ഞാൻ കുറച്ച് ഫാസ്റ്റ് ഇരിക്കണ കാരണം നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്നറിയില്ല. ആ ഒരു വളഞ്ഞു കിടക്കുന്നതൊക്കെ പാമ്പാണ്, കണ്ടില്ലേ. ഓരോരുത്തർ ബോറടിച്ചിട്ട് രക്ഷപ്പെടാനൊക്കെ നോക്കുകയാണ്. എന്താണ് ചെയ്യുക, ഇവരുടെ വിഷമൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇടുന്നുണ്ടാവാം. എന്നാലും കാണുമ്പോൾ ഒരു എന്തോ പോലെ. എങ്ങനെയുണ്ട് ഐറ്റം? മൂർഖനാണത്. ഇതേ അടുത്ത ഐറ്റം. ആഹാ, നമ്മുടെ മീൻ വറക്കണ മീൻ കറി വയ്ക്കണ മീൻ ചട്ടിയിലേക്ക് കയറി കിടക്കണ ചുള്ളൻ. എവിടെ അടുത്ത അതേ കിടക്കണ ചള്ളയിൽ കുറേ ഫുഡൊക്കെ കഴിച്ച് തളർന്ന് എല്ലാവർക്കും ഒരു മൺചട്ടി കൊടുത്തിട്ടുണ്ടാ. കല്ലും ട്രീയൊക്കെ അവർക്ക് ഇങ്ങനെ അധികം ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ ഫ്രീ ആയിട്ട് നടക്കണ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇതൊക്കെ ഓൾറെഡി പണ്ട് മുതൽക്കേ ഇങ്ങനത്തെ ഒരു ഇത് തന്നെയാണ് ഞാൻ കണ്ടാക്കണം. ഞാൻ ചെറുതിൽ വരുമ്പോഴും അല്ലാണ്ട് സ്കൂളിൽ കോളേജിൽ ആ ടൈമിലൊക്കെ. മൈ വേൾഡ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അവിടെ മ്യൂസിയം വിസിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ടാ.